വീണ്ടും വൈദ്യുതി ലൈനിന് കീഴിലെ വാഴകൃഷി നശിപ്പിച്ചിരിക്കുകയാണ് KSEB. തൃശൂർ പുതുക്കാട് പാഴായിലെ കർഷകൻ മനോജിന്റെ പറമ്പിലെ വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. ചില വാഴകൾ പൂർണ്ണമായും വെട്ടിക്കളഞ്ഞെന്ന് മനോജ് ആരോപിച്ചു. ജെയ്സൺ ചാമോളപ്പിൽ നൽകും വിവരങ്ങൾ. ജെയ്സൺ, ഇപ്പോൾ വാഴ പൂർണ്ണമായും വെട്ടി നശിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് പല വാഴകളും ഇത്തരത്തിൽ വെട്ടിയിട്ടിരിക്കുന്നതാണ്. തൃശ്ശൂർ ജില്ലയിലെ പാഴായിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. KSEB ഉദ്യോഗസ്ഥരെത്തിയാണ് വാഴ കുലച്ചു നിൽക്കുന്ന വാഴയുടെ മുകൾ ഭാഗം മുഴുവൻ വെട്ടിയിരിക്കുന്നത്. നമുക്ക് ആ മനോജിനോട് തന്നെ ചോദിക്കാം, എപ്പോഴാണ് ഉണ്ടായത്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ആണ് സംഭവം ഉണ്ടായത്. ഞങ്ങളൊക്കെ ആ സൈഡിലായിരുന്നു. ഇവരിപ്പോൾ തൊട്ട് നിൽക്കണത് വെട്ടാനുള്ള രീതിയിലാണ് വെട്ടിയിട്ടുണ്ടാവാൻ സാധ്യത. നമ്മളോടൊന്നും അറിയൊന്നും നമ്മളുണ്ടായില്ല. ഞാൻ വൈകിട്ട് ഇതിലേ നടക്കുമ്പോൾ പട്ട ഇവിടെ കിടക്കുന്ന കണ്ടപ്പോൾ വന്ന് നോക്കിയതാ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഒന്നും അറിയിച്ചിട്ടില്ല. അവരിവിടെ വന്നത് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതിന് മുന്നേ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല. അതിപ്പോൾ ഞാൻ 13ാമത്തെ വർഷം ഇവിടെ ഇതിൽ തന്നെ കൃഷി ചെയ്യണത്. അവിടെ താഴത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിലേ ലൈൻ പോകുന്നുള്ളൂ. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിൽ സമീപ പ്രദേശങ്ങളിലെ വാഴകൾ ഇതുപോലെ അങ്ങനെ മറ്റേതെങ്കിലും വെട്ടി നശിപ്പിക്കാൻ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല. ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വാഴ ഏകദേശം എത്ര വാഴ വെട്ടിയിട്ടുണ്ട്? ഇതിലിപ്പോൾ ഒരു 7-8 വാഴ വെട്ടിയിട്ടുണ്ട്. അതിൽ 4 ഇതുപോലെ ഒരുവിധം വളരെ മോശമായിട്ടുള്ള രീതിയിൽ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളതൊക്കെ പകുതി വെട്ടി നിർത്തി. ഇതെന്താ വെച്ചാൽ കൊലച്ച വാഴകളാണ്. ഇനിയൊരു വില ഉണ്ടാവാനുള്ള സ്കോപ്പ് അതിനില്ല. അപ്പം ഇങ്ങനെ മുഴുവൻ വെട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന വെച്ചാൽ ഇതിൽ മൂത്ത് കിട്ടണമെന്നില്ല. നിങ്ങൾ KSEBക്കാരായിട്ട് ബന്ധപ്പെട്ടോ? ഞാനന്ന് ഇതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെട്ടിപ്പോയില്ലേ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഒരു ലേഡിയാ അവർ പറഞ്ഞത്. നിങ്ങൾ പരാതി അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടില്ല? ഇല്ല, അവനൊന്നും ചെയ്തില്ല. ചെയ്ത് പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്നുള്ള രീതിയിൽ ഞാനും അതങ്ങ് വിട്ടു. അല്ല, KSEBക്കാർ ഇതിന് മറ്റേതെങ്കിലും ഇതിൽ നഷ്ടപരിഹാരം ഉണ്ടായി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇത്രയൊക്കെ വലിയൊരു നഷ്ടം വരും, അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു എന്നല്ലാതെ. ഒരു ആദ്യത്തെ അനുഭവമാണ് അല്ലേ? എനിക്ക് ആദ്യത്തെ അനുഭവം. കമ്പി എത്ര കാലമായിട്ട് വലിച്ചിട്ടുണ്ട്? ഇതിലും താഴ്ത്തിയായിരുന്നു. ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഒരു തെങ്ങ് വീണിട്ട് ഈ 2 പോസ്റ്റ് ഒടിഞ്ഞിരുന്നു. ആ പോസ്റ്റും അവിടുത്തെ പോസ്റ്റ് ഒടിഞ്ഞിരുന്നു. അപ്പോൾ അവർ വലിയ പോസ്റ്റ് ഇട്ടിട്ട് കുറെ കൂടി ഉയർത്തി. എന്നിട്ട് പണ്ട് ഇത്ര ഉയരണ്ടായില്ല. എന്നിട്ട് പോലും KSEB വെട്ടിയിരുന്നില്ല. അന്ന് പറപ്പൂക്കര ഇതായിരുന്നില്ല, അന്ന് ആമ്പല്ലൂരിന്നായിരുന്നു ഞങ്ങൾക്ക്. അവർ വന്ന് നോക്കിക്കും വല്ലതും ഉണ്ടെങ്കിൽ തട്ടി മാറ്റി കിട്ടിട്ട് അങ്ങനെ പോക്കാൻ മതി. ഇവരാണ് ഇതുപോലെ വെട്ടിയത്. അപ്പോൾ ഒരു വലിയൊരു നഷ്ടമുണ്ട് നിങ്ങൾക്ക്. മാത്രമല്ല, ഇത് എപ്പോൾ കൊലയ്ക്കാൻ സാധ്യത ഉണ്ടായിരുന്നതാണ്? ഇത് കൊലച്ച് തീർന്നല്ലോ. ഇനിയിപ്പോൾ 2 മാസം ഏപ്രിൽ മെയ് പകുതിയിലൊക്കെ വെട്ടിപ്പോണ വാഴകളായിരുന്നു. അപ്പോഴൊക്കെ വേണം ഇങ്ങനെ ചെയ്ത്. കൃഷി വകുപ്പിന് എന്തെങ്കിലും പരാതി കൊടുക്കുക? ഒന്നും ചെയ്തിട്ടില്ല, ഇനി നോക്കണം. അപ്പോൾ വിനീത, ഇതാണ് കാര്യം. ഒരു 8ഓളം വാഴകളാണ് ഏകദേശം പിന്നീട് ഒരു രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. ഇതിന് മുൻപ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവമെന്ന് മനോജ് വ്യക്തമാക്കുന്നു. വിനീത, ശരി. ഏതായാലും ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ജെയ്സൺ ചാമോളപ്പിലാണ് ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ വിവരങ്ങൾ നൽകിയത്.